Hey guys, I am Anagha, a final year MBBS student at Calicut Medical College. ഈ ഇടയായിട്ട് എൻ്റെ ഈവനിങ്സ് ഒക്കെ കുറച്ചധികം ബിസിയാണ്. NSS സെക്രട്ടറിയായി ചാർജ് എടുത്തതിന് ശേഷം എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു NSS ക്യാമ്പ് കണ്ടക്ട് ചെയ്യണമെന്ന്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. കുറേ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തു. നിലമ്പൂരുള്ള നെടുങ്കയത്ത് വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. 4 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ദിവസം കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഫാക്കൾട്ടീസിനെ ചേർത്തുകൊണ്ട് ഒരു ഗ്രാൻഡ് മെഡിക്കൽ ക്യാമ്പ് അവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിന് കൊടുക്കാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രഗ്സ് സോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രഗ് സോർട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഇയറിൽ പഠിച്ച ഫാർമക്കോളജി ഏകദേശമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ഇപ്പോൾ എനിക്ക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നേരെ തുറക്കുന്നത് സർജറിയുടെ ബുക്കായിരിക്കും. എന്നും കുറേ ടെക്സ്റ്റ് വായിക്കലല്ലേ, ഇന്ന് കുറച്ച് പ്രാക്ടിക്കൽ സ്കിൽസ് ആവാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കാഷ്വാലിറ്റിയിലുള്ള ഓർത്തോ പ്ലാസ്റ്റർ റൂമിലേക്ക് പോയി. അവിടെ പോയി നമുക്ക് കുറച്ച് സ്യൂച്ചറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് PMSSY ബ്ലോക്ക്, അതായത് നമ്മുടെ കോളേജിലെ കാഷ്വാലിറ്റി. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കാഷ്വാലിറ്റിയിലെ ട്രയാജാണ്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സർജറി, ഓർത്തോ എന്നീ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ കാഷ്വാലിറ്റി കാണും. എന്ന് ഫ്യൂച്ചർ ഇടാൻ പോയാലും ഈ ഓർത്തോ പ്ലാസ്റ്റർ റൂമിൻ്റെ ഡോറിൻ്റെ മുന്നിൽ ഒരു 2 സെക്കൻഡ് ഞങ്ങൾ നിൽക്കും. കയറണോ വേണ്ടയോ എന്നൊന്ന് ഡൗട്ട് അടിക്കും. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഓർത്തോ പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയും തിരക്കായിരിക്കും. പക്ഷേ സ്റ്റിൽ നമ്മൾ സ്റ്റുഡൻസ് ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ PGs ഒക്കെ ഭയങ്കര നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അവരെ കൂടെ അസിസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഒത്തിരി പ്രാവശ്യം ഓർത്തോ പ്ലാസ്റ്റർ റൂമിൽ പോയി ശീലമുള്ളത് കാരണം ഇത്തവണ അവരോടൊന്നും പഠിപ്പിച്ചു തരാൻ പറയേണ്ടിയിരുന്നില്ല. പ്രൈമറി ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. സാധാരണ ഞങ്ങൾ ഓർത്തോ പ്ലാസ്റ്റർ റൂമിൽ പോയി കഴിഞ്ഞാൽ പുലർച്ചെ ഒരു 2 മണി 3 മണിക്കൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാറ്. പക്ഷെ അന്ന് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറച്ച് കുറവായത് കാരണം പ്രൈമറി ഫ്യൂച്ചറുകൾ അധികം ഇല്ലാത്തത് കാരണം ഞങ്ങൾ 12:30 ഒക്കെ ആയപ്പോഴത്തേനും തിരിച്ചു. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.